ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനൂർ പോയിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പ്രോഗ്രാം നടത്തിയ ഹോട്ടലിൽ ചെന്ന് തൻ്റെ ഫോൺ തപ്പിയിട്ടും എങ്ങും കാണാത്തോടെ തന്നെ സച്ചി വളരെയധികം സങ്കടത്തോടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഈച്ച പറയുന്നുണ്ട്, എടാ ഒരു ഫോൺ പോയെങ്കിൽ പോട്ടെ, നമുക്ക് പുതിയൊരു ഫോൺ എടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്ന നേരത്താണ് ശരത്ത് ചന്ദ്രയുടെ ബാഗ് മോഷ്ടിക്കുന്ന വീഡിയോ ആ ഒരു ഫോണിലാണുള്ളത് എന്നുള്ളൊരു സത്യം സച്ചി ഈച്ചടായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഈച്ച വേഗം പറയുന്നത്, ഒരു കാര്യം ചെയ്യാൻ നമുക്കൊരു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാം, നീ വേഗം വായെന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും കേട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്കായിട്ട് ചെല്ലുകയാണ്. ഇതേ സമയം തന്നെയാണ് ശ്രുതി മീരയും കൂട്ടിക്കൊണ്ട് ആൻ്റണിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ശ്രുതിയുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ ആൻ്റണി തിരക്കുന്നുണ്ട്. ഇന്നെന്താ വളരെയധികം സന്തോഷത്തിലാണെന്ന് തോന്നുന്നു, വീഡിയോ കൈ കിട്ടിയല്ലേ എന്ന് ചോദിക്കുന്ന നേരത്ത് വീഡിയോ അല്ല സച്ചിയുടെ ഫോൺ ഉൾപ്പെടെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ശ്രുതി പറയുമ്പോഴത്തേക്കും ആൻ്റണിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആൻ്റണി വേഗം തന്നെ ആ ഒരു വീഡിയോ സെൻഡ് ചെയ്യാൻ പറയുന്ന സമയത്ത് ശ്രുതി പറയുകയാണ്, എന്തായാലും നീ ആദ്യം നവീനെയും പിടിച്ചുകൊണ്ട് പോയി, എന്നിട്ട് ഞാൻ നിനക്ക് ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് തരാമെന്ന് പറയുമ്പോഴത്തേക്കും നിനക്ക് എന്താ എന്നെ വിശ്വാസമില്ലേ ശ്രുതി എന്ന് ആൻ്റണി ചോദിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുകയാണ്, നേരത്തെ നവീൻ ദാസിനെ തല്ലിച്ചതച്ച സച്ചിയായിരുന്ന സമയത്ത് നീയാണെന്ന് എന്നോട് കള്ളം പറഞ്ഞല്ലേ, അതേ രീതിയിൽ തന്നെ നീ വീണ്ടും ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ തീരെ വിശ്വാസവുമില്ല, നീ ആദ്യം നവീനെയും കൊണ്ടുവന്നിട്ട് വീഡിയോ സെൻഡ് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കുമാണ് ആൻ്റണി വേഗം ശ്രുതിയോടായിട്ട് നവീൻ്റെ നമ്പറും അഡ്രസ്സും അയച്ചു തരാൻ പറയാട്ടെ. അങ്ങനെ മീര അവരുടെ അഡ്രസ്സും നമ്പറും സെൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആൻ്റണി തൻ്റെ ഗുണ്ടകളോടായിട്ട് വേഗം തന്നെ ഇവനെ തപ്പിപ്പിടിച്ചുകൊണ്ടുവരാനായിട്ട് പറഞ്ഞു വിടുകയാണ്. ഇതേ സമയം തന്നെ സച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നതിന് ശേഷം SIയോടായിട്ട് തൻ്റെ ഫോൺ കാണാനില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എത്ര രൂപയുടെ ഫോൺ, 1 ലക്ഷം രൂപയ്ക്ക് മേലുള്ളതാണോ എന്ന് SI ചോദിക്കുന്നുണ്ട്. 1 ലക്ഷം രൂപയല്ല, 10,000 രൂപയുടെ ഫോണാണ്, എന്നിരുന്നാലും എനിക്ക് അതിനകത്ത് വിലപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടെന്ന് സച്ചി പറയുന്നുണ്ട്. ഒരു 10,000 രൂപയുടെ ഫോണല്ലേ നിനക്ക് നഷ്ടപ്പെടുള്ളത്, നീ കയറി വന്ന സമയത്ത് പുറത്തൊരാളിരിക്കുന്ന കണ്ടായിരുന്നു, അയാളുടെ ഭാര്യയെ കാണാനില്ല, അയാൾക്ക് പോലും ഇത്രയും ടെൻഷനില്ല എന്ന് SI പറയുമ്പോഴത്തേക്കും അയാളുടെ ഭാര്യയോട് അത്രയും സ്നേഹമേ ഉണ്ടാവുള്ളൂ, പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് എൻ്റെ ഫോൺ പ്രിയപ്പെട്ടതാണെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ SI പറയുന്നുണ്ട്, വേഗം നീ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് പോകാൻ നോക്കി, ഞാൻ എന്തായാലും അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചി അവിടുന്ന് പറഞ്ഞയക്കാണ്ട്. ഇതേ സമയം തന്നെയാണ് ഈച്ചയുടെ ഫോണിലേക്കായിട്ട് സച്ചിക്ക് ഓട്ടത്തിന് വേണ്ടി കോൾ വരുന്നത്. കോൾ കട്ട് ചെയ്തതിന് ശേഷം ഈച്ച സച്ചിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ലോങ് ട്രിപ്പാണ്, നീ പോയേ മതിയാവും, ഫോൺ കിട്ടുന്ന സമയത്ത് ഞാൻ നിന്നെ അറിയിച്ചേക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മനസ്സോടുകൂടി തന്നെ കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം സച്ചിയും ഈച്ചയും പോലീസ് സ്റ്റേഷനിലായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ ശ്രുതിയും മീരയും ഒരുപാട് ടൈം ഇരുന്നിട്ടും നവീനെ കാണാത്തതുകൊണ്ട് നിൻ്റെ ഗുണ്ടകൾ അവിടെ നിന്ന് പോയേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മീര കളിയാക്കി സംസാരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ആൾക്കാർ എന്തായാലും അവനെ പിടിച്ചു കൊണ്ടുവരിക്കുന്ന പലചരക്ക് സാധനം കൊണ്ടുവരാമല്ലോ, ഒരു മനുഷ്യനല്ല, അതുകൊണ്ട് തന്നെ അവർ കൊണ്ടുവന്നിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗുണ്ടകൾ നവീനുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നിട്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായിക്കൊണ്ടായിട്ടാണ് വരുന്നത്. ഈ ഒരു സമയത്ത് ശ്രുതി പറയുന്നത്, ഞങ്ങളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ശരിയാവുകയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മാറി നിന്നോളം പറയുകയും ശ്രുതിയും മീരയും റൂമിലായിട്ടായിട്ട് മാറി നിൽക്കുകയും ചെയ്യുന്നു കേട്ടോ. നവീൻ്റെ കണ്ട കെട്ടിയിട്ടുകൊണ്ടാണ് ഗുണ്ടകൾ അങ്ങോട്ടേക്കായിട്ട് കൊണ്ടുവരുന്ന സമയം നവീൻ ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, നിങ്ങൾക്ക് ആൾ മാറിപ്പോയതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആളൊന്നും മാറിയിട്ടില്ല, നിന്നെ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആൻ്റണി നവീനോട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നവീൻ നിങ്ങൾക്ക് മാറിപ്പോയതാണെന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആൻ്റണി പറയണം, ഇവനെ ഇരുട്ടുമുറിയിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞുകൊണ്ട് നവീനെ കൂട്ടിക്കൊണ്ട് ഗുണ്ടകളെ റൂമിലേക്കായിട്ട് പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ ശ്രുതിയും മീരയും തിരികെ വരുന്നുണ്ട് കേട്ടോ. ഇവർ വരുന്ന സമയത്ത് തന്നെ ആൻ്റണി ചോദിക്കും, നിങ്ങൾക്ക് സന്തോഷമില്ല, ഇനി ആ ഒരു വീഡിയോ സെൻഡ് ചെയ്യാമല്ലോ എന്ന് ചോദിക്കുന്നത്, അതിനിപ്പോൾ എന്താ ഞാൻ അയച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി തൻ്റെ ഫോണിലുള്ള വീഡിയോ ആൻ്റണിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. വീഡിയോ കാണുമ്പോൾ തന്നെ ആൻ്റണിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. വളരെയധികം സന്തോഷത്തോടുകൂടി തന്നെയാണ് ശ്രുതിയും മീരയും അവിടെ നിന്ന് പോകുന്നത്. തൊട്ട് പിന്നാലെ തന്നെ ആൻ്റണിയുടെ ഗുണ്ടകൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, വീഡിയോ കിട്ടിയല്ലേ ഏട്ടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കിട്ടിയത് വെച്ചിട്ട് വേണം ഇനി ശരത്തിന് പണിയാനായിട്ട്, ഞാനാണ് അവനെ ചീത്തയാക്കുന്നതെന്നല്ല അവൻ്റെ ചേച്ചി പറഞ്ഞത്, അതിനെല്ലാം തന്നെ തിരിച്ചടി കിട്ടുന്നതിന് വേണ്ടി വീഡിയോ എൻ്റെ ഫ്രണ്ട് മുഖേന ഞാൻ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും എന്ന് ആൻ്റണി പറയുകയാണ്. ഇതേ സമയം തന്നെ പുറത്തേക്ക് ഇറക്കി ചെന്ന മീര പറയുന്നുണ്ട്, പാവൻ രേവതിയുടെ ഭാവി നശിച്ചു പോകില്ല ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവക്കടെ ഭാവി നശിക്കണമെന്ന് നിനക്ക് എന്താ മീര പ്രശ്നം, എനിക്ക് എൻ്റെ ലൈഫാണ് പ്രധാനം, നീ ഒരു കാര്യം ചെയ്യ്, ഈ ഒരു ഫോൺ നീ തന്നെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ എന്തിനെ സച്ചി എങ്ങനെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ എന്നെ പിടിക്കാനാണോ എന്ന് മീര ചോദിക്കുന്ന സമയത്ത് ആരും നിന്നെ പിടിക്കില്ല, നീ ഒരു ഫോൺ ഓൺ ചെയ്യാതിരുന്നാൽ മതിയെന്ന് ശ്രുതി മറുപടി പറഞ്ഞതിന് ശേഷം മീരയുടെ കൈകളിലേക്കായിട്ട് ഈ ഒരു ഫോൺ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ സച്ചിയായിട്ട് വളരെയധികം സങ്കടത്തോടെ ഫോൺ കാണാത്തതുകൊണ്ട് തന്നെ കയറി വരുന്ന സമയത്ത് രവിയും രേവതിയൊക്കെ അവിടെ ഉണ്ടാകും. ഫോൺ കിട്ടിയില്ലേ സച്ചിയായിട്ട് എന്ന് രേവതി ചോദിക്കുന്ന സമയത്ത് വളരെ സങ്കടത്തോടെ തന്നെയായിട്ട് സച്ചി ഇല്ല എന്ന് പറഞ്ഞത്. എന്നാൽ അവിടെ ഇരിക്കുന്ന ചന്ദ്രയാണെങ്കിലോ സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. കാണാൻ പോയ 1 ലക്ഷം രൂപയുടെ ഫോണൊന്നുമില്ല, സുധീയുടെ ഫോൺ നഷ്ടപ്പെട്ടെങ്കിൽ കാര്യം ഉണ്ടായിരുന്നു, കാരണം വലിയ വലിയ ബിസിനസ്മാനൊക്കെയാണ് അവനെ വിളിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ സാധാ ഒരു
200 രൂപ വില ഓട്ടത്തിന് വില വിളിക്കുക, അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര സംസാരിക്കുന്ന സമയത്ത് രേവതി ഇഷ്ടപ്പെടാതെ തിരിച്ച് ചന്ദ്രയോട് മറുപടി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയാണ്, 4 കാലം കുടിച്ച് വെളിവില്ലാതെ വരുമ്പോൾ ഓർക്കണമെന്ന്, പാവം എൻ്റെ ബാക്കി 2 മക്കളെയും കൂടി നീ കുടിയനാക്കിയില്ലേ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴത്തേക്കും ഒന്ന് കയറി പോകുന്നുണ്ട് ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് രവി ദേഷ്യപ്പെടുകയാണ്. സച്ചിയാണെങ്കിൽ തൻ്റെ ഫോൺ കിട്ടിയില്ല എന്നുള്ള വളരെ സങ്കടത്തോടും ടെൻഷനോടും കൂടി ഇരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.